ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വച്ചുപുലർത്തുന്ന ഒരു ശുഭാപ്തി വിശ്വാസം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതാണ്. ഒന്നാമത്തെ വാദമായി പറയുന്നത് യു ഡി എഫിൽ നിന്നുകൊണ്ട് ഒരു ശക്തിദുർഗമായി ലീഗ് വളരുകയാണ്. മാത്രവുമല്ല, ലീഗ് ഇത്തരത്തിൽ വഴിപ്പെട്ടേക്കാം. കാരണം കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ കൂടുതൽ സീറ്റുകൾ നേടേണ്ട ഒരു ദേശീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് വഴിപ്പെട്ടും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ പ്രതീക്ഷ അവർക്ക് അത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? കാരണം ലീഗ് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വല്ലാത്തൊരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് രാവിലെ ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു, പക്ഷേ വൈകുന്നേരമായപ്പോൾ അതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി 3-ാം സീറ്റിന് വേണ്ടി പറഞ്ഞ് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്ര നിസ്സാരമാണ് കോൺഗ്രസ് കരുതും പോലെ കാര്യങ്ങൾ അല്ലെന്നാണല്ലോ മുരളീധരന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ പറയുന്നതും മുരളീധരൻ നേരത്തെ നമ്മൾ മുരളീധരന്റെ ബൈറ്റ് കണ്ടല്ലോ. മുരളീധരൻ പറഞ്ഞു രണ്ട് കാര്യമാണ്. മുരളീധരൻ പറയുന്നത് ലീഗ് ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യമാണ്, ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണം, അവർക്ക് മൂന്നാമതൊരു സീറ്റ് ഇപ്പോൾ ഉള്ള 2 സീറ്റിന് പുറത്ത് മൂന്നാമതൊരു സീറ്റ് കൂടി കൊടുക്കണം എന്നാണ്. ശ്രീകുമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, അത് കോൺഗ്രസ്സുകാരുടെ ഒരു നമ്പറാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദം മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ലെയിം ചെയ്യണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന 16 സീറ്റിൽ ഒന്നും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുരളീധരൻ്റെ പ്രസ്താവനയിലെയും ഈ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ വക്താവാണ് അദ്ദേഹം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലും കോൺഗ്രസിൻ്റെ വക്താവാണ്. അദ്ദേഹം ശ്രീകുമാർ പറയുന്നതും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഈ ലീഗ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അഭീഷ്ടമനുസരിച്ച് വഴങ്ങിത്തരും, അവർ ആ ഡിമാൻഡ് ഉന്നയിച്ചെങ്കിലും ക്ലെയിം ചെയ്തെങ്കിലും അവർ വഴങ്ങിത്തരുമെന്നാണ് ഈ ചർച്ചയിൽ ശ്രീകുമാർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പഴയ കാലമല്ല ശ്രീകുമാറെ, കാര്യങ്ങളാകെ മാറിയിരിക്കുക. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർത്തത്, അവിടെ രാമക്ഷേത്രമുണ്ടാക്കിയത്, ഈ കാര്യത്തിലൊക്കെ തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ, മോഡിയെ സ്തുതിക്കുന്ന ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കുന്നു. ഗുജറാത്ത്, ഗോവ അസംബ്ലികളിൽ പ്രമേയം വരുന്നു, കോൺഗ്രസ് അതിന് കൈപ്പൊക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ എന്താ നമ്മൾ കണ്ടത്? ലീഗുകാർ അത്തരം ചർച്ച ബഹിഷ്കരിച്ച് മാധ്യമങ്ങളെ കാണുന്നതാണ്. UDF ആളുകളായിട്ട് കേരളത്തിൽ നിന്ന് പോയ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ലീഗിൻ്റെ എംപിമാരോടൊപ്പം കണ്ടോ? അപ്പം കാര്യങ്ങളാകെ മാറുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ പ്രതിരോധിക്കുന്നതിൽ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയെ പ്രതിരോധിക്കുന്നതിൽ കുറ്റകരമായ വിട്ടുവീഴ്ച മനോഭാവമാണ് കോൺഗ്രസ് പാർട്ടി പുലർത്തുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ടി മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് പാർലമെൻറ്റിനകത്ത് ഞങ്ങൾക്ക് ഇന്നത്തെക്കാൾ ശക്തി വർദ്ധിപ്പിച്ച് BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ പ്രതിരോധിക്കുന്ന സമരത്തിൽ ഞങ്ങൾക്ക് പങ്കാളികളാവണം. അതിന് കോൺഗ്രസ്സുകാരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവേണ്ടതില്ല. കാരണം ലീഗിന് കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ തന്നെ 3 സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഇനി ലീഗ് കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്ന് UDFിൽ നിന്ന് വളർന്നു, ശക്തി പ്രാപിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? 2016 2021 തെരഞ്ഞെടുപ്പിന് ലീഗിന് അവരുടെ ശക്തി നിലനിർത്താൻ കഴിഞ്ഞു. കോൺഗ്രസ് എല്ലായിടത്തും തകർന്നു പോവുകയല്ലേ. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോഴിക്കോട് നിന്നാണല്ലോ. ഈ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് എത്ര കാലമായിട്ട് ഒരു അസംബ്ലിയെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA കൊടുക്കാൻ കഴിയുന്നില്ല. ലീഗിന് ഈ 2021 തെരഞ്ഞെടുപ്പിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ലീഗ് കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിലും അവരുടെ ശക്തി കുറഞ്ഞിട്ടില്ല, അവരുടെ മണ്ഡലങ്ങൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പഴയ വാദങ്ങൾ ഉയർത്തി, കോൺഗ്രസ്സാണ് മുഖ്യ പാർട്ടി, ദേശീയ തലത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ ലീഗുകാരോട് ഏതെങ്കിലും രീതിയിലുള്ള ശാസനാ സ്വഭാവത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാനാവില്ല. അപ്പം കൃത്യമായിട്ട് ലീഗ് കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഡിമാൻഡ് ഉപയോഗിക്കുന്നത്. അത് ന്യായമാണ് എന്ന കാര്യം ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അനുവദിച്ചു കൊടുക്കേണ്ടി വരും കോൺഗ്രസിന്.